അപ്പൊ എനിക്ക് പ്രിയൻ എന്നെ കൊല്ലാൻ വിളിച്ചു വരുത്തിയതാണെന്ന് അറിയില്ലായിരുന്നു. സർ, അടിച്ചതിന് ശേഷം എവിടെ നിന്നോ രണ്ടുപേര് അങ്ങോട്ടേക്ക് എത്തി. പ്രിയ, ഇവൻ അടിക്കുന്നത് വരെ ഇടപെടരുതെന്നല്ലേ നീ പറഞ്ഞത്? ഇനി എന്തിനാ കാത്തു നിൽക്കുന്നേ? വന്ന് തീർക്കണ. അയ്യോ, ഞാൻ സാറിനോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. അവരാരാണെന്നോ എന്തിനാ വന്നതെന്നോ എനിക്കറിയില്ല സർ. എന്നെ വിശ്വസിക്കണം സർ. പ്രിയനാണ് കുറ്റവാളിയെന്ന് കൈലാഷ് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയും ഇവന് വെറും ഒരു സാക്ഷിയായി മാത്രം കണക്കാക്കാനാണോ സാറിന്റെ ഉദ്ദേശം? സർ, എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടുന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ ഓരോ നാടകം കളിച്ച് ഇവൻ കൈലാഷിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കും. പ്രിയ, നീ പുറത്തേക്ക്. സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. താൻ പ്രിയനെ കൂട്ടി പുറത്തേക്ക്. അപ്പൊ സാർ സ്റ്റേറ്റ്മെന്റ്? അതൊക്കെ ഞാൻ എടുത്തോളാം. ഓക്കെ സാർ. വാടോ. സർ, സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സർ. വാടോ. സർ, സർ, നടക്കിങ്ങോട്ട്. പറയുന്നൊന്ന് കേൾക്കണം സർ. സർ, സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സർ. ഞാൻ PKR സാറിനോടൊന്ന് സംസാരിച്ചോട്ടെ? ദേ, വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. അവിടെ നിന്ന് നിന്നെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ തന്നെ 1/2 മണിക്കൂർ എടുത്തു. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നോണം. എന്താ നടന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. ചേട്ടാ, ആ പോലീസുകാരൻ എന്താ ചേട്ടനോട് ഇത്ര മോശമായിട്ട് പെരുമാറിയത്? ഒരു പോലീസുകാരൻ പ്രതിയോട് ഇങ്ങനെയല്ലേ പെരുമാറേണ്ടത്? ചേട്ടൻ എന്തേ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അകത്തെന്താ പ്രിയ സംഭവിച്ചത്? ഞാൻ കൈലാഷ് സാറിനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നാ അദ്ദേഹം പറയുന്നത്. കൈലാഷ് സാർ അങ്ങനെ പറഞ്ഞോ? ആരൊക്കെ സംശയിച്ചാലും ശരി, കൈലാഷ് സാർ സംശയിക്കാൻ പാടില്ലായിരുന്നു. ചേട്ടനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലേ? ഞാൻ ഇപ്പൊ തന്നെ കൈലാഷ് സാറിനെ കാണുന്നുണ്ട്. അദ്ദേഹം എത്ര വലിയ തെറ്റാ ചെയ്യുന്നെന്ന് അദ്ദേഹം തിരിച്ചറിയണം. ഹലോ, എങ്ങോട്ടാ? അകത്തേക്ക് വേറെ ആരും പോരെന്ന് പറഞ്ഞിട്ടില്ലേ? മിണ്ടാവിടേക്ക്. ആദ്യം അവൻ അടി വാങ്ങുന്നത് പോലെ അഭിനയിച്ചു. അതിനുശേഷം ഒളിച്ചു നിന്ന് അവന്റെ കൂട്ടുകാർക്ക് സിഗ്നൽ കൊടുത്ത് വിളിച്ചു. അപ്പോഴാ അവൻ കൃത്യമായി പ്ലാൻ ചെയ്ത് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കൈലാഷ് പറയുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവൻ അവനെന്നൊക്കെ പറയുന്നതിന് പകരം പേര് പറയണം കൈലാഷ്. ഇല്ലെങ്കിൽ ഞങ്ങൾ മര്യാദയ്ക്ക് റിപ്പോർട്ട് എഴുതിയില്ല എന്ന് മേലധികാരികൾ പറയും. കൈലാഷ് പ്ലീസ് സഹകരിക്കണം. അവന്റെ പേര് പറയാൻ പോലും എനിക്ക് ഉറപ്പാ. ഞങ്ങൾക്ക് നിയമ നടപടികൾ എടുക്കണമെങ്കിൽ കൈലാഷ് സഹകരിച്ചേ പറ്റൂ. വേറെ വഴിയില്ല. നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആരാണ്? പ്രിയൻ. എന്നെ ഗുണ്ടകളെ അയച്ച് കൊല്ലാൻ ശ്രമിച്ചത് പ്രിയനാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഇപ്പോഴെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കോ? സ്വന്തം ഭാര്യയേക്കാൾ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങളുടെ തൊഴിലാളികളെ ആണല്ലോ. സർ, അവനെ വെറുതെ വിടരുത്. ഞാൻ വേണ്ട നടപടികൾ എടുത്തോളാം. താൻ നന്നായി റെസ്റ്റ് എടുക്ക്. കേസിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൈലാഷിനെ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം. ഗെറ്റ് വെൽ സൂൺ. ടേക്ക് കെയർ. ആന്റി കരയല്ലേ? കൈലാഷ് ഇപ്പൊ ഓക്കെ ആണ്. മിണ്ടാതെ അവിടെ നിന്നോണം.
പ്രിയ, തെളിവുകളെല്ലാം നിനക്കെതിരാണ്. നടപടിയെടുക്കാതെ പറ്റില്ല.